ഉറക്കം വരുന്നു. എന്നാലും നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, കാട് കുളിരിട്. ഇതേട്ടാ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ. ഞാൻ ബഷീറുടെ വ്ളോഗിൽ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാൾക്ക് മുന്നേ ഏട്ടന് എറണാകുളത്ത് വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനോടെ പോയാലും ഞാനും കൂടെ പോകുമല്ലോ, അങ്ങനെ ഞാനും ഏട്ടൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 4 മണി ആവാറായിട്ടേ ഉള്ളൂ, 4:30 കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി അതാണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ സമയം 4:36, 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ട് പോവുകയാണ്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ശ്യാമണ്ണൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബുള്ളറ്റ് അന്ന് വർക്കിംഗ് കണ്ടീഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ശ്യാമണ്ണൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്നത്. ഇതോ സാധാരണ ഇപ്പോൾ ഞാനും ഏട്ടനും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ TVS ഉണ്ടല്ലോ, ഞങ്ങളുടെ 2 വീലർ, അതിനകത്താണ് നമ്മൾ പോകാറുള്ളത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം പൊന്മുടിയിൽ മീൻമുട്ടിയിലൊക്കെ പോയിരുന്നപ്പോൾ നമ്മുടെ 2 വീലർ തന്നെയായിരുന്നു പോയിട്ടുള്ളത്. പക്ഷേ ഇത്രയും ഒരു ലോങ് ട്രിപ്പ് 2 വീലറിൽ പോയിട്ട് എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ തവണ ശ്യാമണ്ണൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ ഇറങ്ങിയോട്ട് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അയ്യോ, എനിക്ക് പോർക്കാൻ പോലും ഭയങ്കര തണുപ്പായിരുന്നു. എങ്കിലും ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഞാൻ പോയത്. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ദൂരം ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. ഏട്ടൻ്റെ കൂടെ ഞാൻ ഇവിടെ കൊല്ലത്ത് അവിടെ ഇവിടെയൊക്കെ പോകും, പിന്നെ അതുപോലെ തിരുവനന്തപുരത്തും പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇത്രയും ദൂരെ രാവിലെയൊക്കെ എണ്ണീറ്റ് ഇങ്ങനെ ഒരു യാത്ര ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഉറക്കം വരുന്നു. എന്നാലും നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, കാട് കുളിരിട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര താണ്ട വീണ്ടും തുടർന്നിട്ടുണ്ട്. ആദ്യം എക്സാം ഡേറ്റ് വന്നപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാമെന്നൊരു ചിന്തയായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിനും ഈ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് ട്രെയിനിൽ പോകാമെന്നായിരുന്നു നമ്മുടെ ഒരു ചിന്ത. പക്ഷേ നമുക്ക് ട്രെയിനിൽ പോയാൽ നമുക്ക് വേറെ എങ്ങും കറങ്ങാൻ എളുപ്പമായിരിക്കത്തില്ല. ഇപ്പം വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ എളുപ്പമല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ശ്യാമണ്ണൻ്റെ ബൈക്ക് ബുക്ക് ഞങ്ങൾ ബൈക്കിൽ പോകാൻ തീരുമാനിച്ചത്. വണ്ടിയുടെ കാര്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആദ്യം ബുള്ളറ്റിൽ പോകാമെന്ന് കരുതിയിരുന്ന, പിന്നെ ബുള്ളറ്റ് കേടായി, പിന്നെ നമുക്ക് അതിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ശ്യാമണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയേക്കും. അങ്ങനെ വെളുപ്പിനെയാണ് ശ്യാമണ്ണൻ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് പിന്നെയും നമുക്ക് ബൈക്കൊക്കെ അറേഞ്ച് ആയേ. അല്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിൽ പോകേണ്ടി വരേണ്ട ഒരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നത് കൊണ്ട് നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ വെളുപ്പിനെ ഇരുട്ടിൽ നിന്നും ആ ഒരു വെളിച്ചമൊക്കെ വന്ന് വെളിച്ചം വന്നപ്പോൾ മനസ്സിലുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ തണുപ്പൊന്ന് മാറി കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു. കാരണം കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ 2 റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ എൻജോയ് ഒക്കെ ചെയ്യണമെന്നും പറഞ്ഞ്, തണുപ്പൊക്കെ എൻജോയ് ചെയ്യണമെന്നും പറഞ്ഞ്, എനിക്ക് റെയിൻകോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഫുള്ള് തണുപ്പടിച്ചുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയിലിരുന്നത്. എങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പോകുന്ന വഴി കോട്ടയത്തൂടാണ് പാസ് ചെയ്ത് പോയത്. അപ്പോൾ ഇപ്പം കണ്ട അപ്പൂനെയാണ് കേട്ടോ. അവൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി വെളുപ്പിനെ അപ്പൂനെയൊക്കെ കുത്തിപ്പൊക്കി അവനൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൂൻ്റെ ഹോസ്റ്റലാണത്, അപ്പൂ പഠിക്കുന്ന കോളേജാണ്. ഇപ്പോൾ അപ്പൂ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. കുറേ മുന്നേ എടുത്ത വീഡിയോ ആണിത്. അവനിവിടെ കൊണ്ടാക്കാൻ വരുമ്പോഴുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ നേരെ നാണ്ട കോട്ടയത്ത് നിന്ന് ഇനി എറണാകുളം പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. പക്ഷേ ട്രെയിനിൽ പോയതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബൈക്കിൽ പോയത് കാര്യമായെന്ന് പിന്നെ തോന്നി.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വയറ് ഫുൾ കാലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ നല്ലൊരു കട നോക്കിയാണ് ഈ പോകുന്നത്. ഏതേലും നല്ല കട കാണുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു അന്നപൂർണ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. ദൈവമേ കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. ഞാൻ റീസെൻ്റ്ലി കഴിച്ച ഏറ്റവും നല്ല മസാല ദോശ ഇവിടുത്തെ ആയിരുന്നു. മസാല ദോശ എന്ന് പറയുമ്പോൾ ആ ദോശയുടെ കാര്യമല്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചട്നിയും ഡിപ്പും കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ തന്നെ ആ സമയത്ത് ഞങ്ങൾ കരുതി അയ്യോ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്ന് കഴിഞ്ഞ് അവിടെ നിറയെ ആളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മനസ്സിൽ ഒരു ഫുഡ് കണ്ടുകൊണ്ടാണ് അവിടെ കയറിയത്, മസാല ദോശ. കാരണം രാവിലെ വെജ് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാനും ഏട്ടനും ഇങ്ങനെ ഓർഡറൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ദോശ. നല്ല ടേസ്റ്റ്. പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു കോഫിയും ഏട്ടനൊരു കട്ടനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തു. ബില്ല് നിങ്ങൾ പോസ് ചെയ്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. അപ്പം ദാണ്ടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പാർക്കിങ് കണ്ട് അറിയും, നല്ല തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു അത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിടുവായിരുന്നു കേട്ടോ. കാരണം രാവിലത്തെ ആ ഒരു തണുപ്പും പിന്നെ അതുപോലെ തന്നെ വെയിൽ വന്നപ്പോൾ ഒരു ഇളം ചൂടും ഒക്കെ കൊണ്ട് ഈ ഒരു യാത്ര നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പോകുന്ന വഴിയൊന്നും ഇപ്പോൾ കോട്ടയം ആയാലും എറണാകുളം ആയാലും അവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് വലിയൊരു സിറ്റിയിലൂടെ ഒന്നും യാത്ര ചെയ്യുന്ന പോലെ ഒന്നും തോന്നിയില്ല. കറക്റ്റ് എനിക്ക് ഇതിൻ്റെ ഒന്നും എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ല. എനിക്കിതിലെ കൂടെ പോകുമ്പോൾ നമ്മുടെ തെന്മലയൊക്കെ പോകുമ്പോഴുള്ള കൊല്ലത്തെ ഒരു റൂട്ടില്ലേ, നിറയെ കാടും രണ്ട് സൈഡും നിറയെ മരമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വഴി കൂടെ പോകുന്നൊരു ഫീലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എറണാകുളത്തോട്ട് പോകുന്നൊരു ടച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എറണാകുളം എത്താറായപ്പം നമ്മളിത് കണക്ക് കുറേ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് എക്സാം ടൈം അടുക്കാറായതുകൊണ്ടും നമുക്കവിടെ എത്തേണ്ടതുള്ളത് കൊണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണിത് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ക്യാൻറ്റീൻ 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 തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിന് ദാണ്ടെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഏട്ടൻ ദാണ്ടെ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. ഫ്രണ്ട്സൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഏട്ടൻ ടാറ്റയൊക്കെ തന്നിട്ട് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ഞാനിനി വല്ല പാപ്പക്കടയിലും കയറുമോ എന്നുള്ള പേടിയായിരുന്നു ഏട്ടന്. ഏട്ടൻ്റെ തെറ്റ് അല്ല, ഏട്ടൻ്റെ വിചാരം നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നോട് ഇതിന് പുറത്തൊന്നും പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ കറങ്ങിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടുവച്ച നമ്മുടെ കോളേജ് ക്യാൻറ്റീനിൽ തന്നെ കയറിയിരുന്നു. കാരണം വെളിയിലിരിക്കുന്നിടത്തെല്ലാം ഭയങ്കര വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു കോഫി ഓർഡർ ചെയ്ത്, ചുമ്മാ അവിടെ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫാൻ ഉള്ളൊരു സ്ഥലം നോക്കി മൂലയിൽ പോയിട്ട് ഞാനൊരു കോഫി ഓർഡർ ചെയ്ത് അതും കൊണ്ട് ആ എക്സാം തീരുന്ന വരെ ഞാനവിടെ ഇരുന്നു. ഒരു കോഫി കുടിക്കാൻ 1.5-2 മണിക്കൂർ എടുത്ത ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ അവിടുന്ന് ചുമ്മാ ഇരിക്കാൻ വരാത്തതുകൊണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ശീലമാണ് പഴയ സിനിമകൾ കാണുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ചോറൊക്കെ കൊണ്ടുവന്ന സമയത്ത് പഴയ സിനിമകളില്ലേ, അതൊക്കെ എടുത്ത് വെച്ച് കാണും. അപ്പം ഞാൻ അതുകൊണ്ട് ഹെഡ്സെറ്റും ഫുൾ ചാർജ് ചെയ്ത ഫോണും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. അങ്ങനെ ഞാൻ ആ സിനിമ അവിടെ നിന്ന് കാണാമെന്ന് കരുതി. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്ന് പറയുന്നത് നമ്മുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയില്ലേ, ആ സിനിമയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കണ്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചു.
അങ്ങനെ ദാണ്ട് എക്സാം കഴിയാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ബാഗൊക്കെ എടുത്ത് ക്യാൻറ്റീന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് ചെറിയ തലവേദനയൊക്കെ എടുത്തു കേട്ടോ. ഒരുപക്ഷെ അത്രയും നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ടായിരിക്കും ആ സിനിമ തീരുന്ന് വരെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പം 12:40 ആവാറായിട്ടുണ്ട്. ഞാനിങ്ങനെ വെള്ളമൊക്കെ എടുത്ത് എൻ്റെ ഏട്ടനെയും കാത്ത് അവിടെ നിൽക്കുകയാണ് ഗെയ്സ്. ഇത്രയും സ്നേഹമുള്ള ഭാര്യ. അപ്പോൾ ദാണ്ട് എക്സാമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പിള്ളേരൊന്നും അല്ല കേട്ടോ, എല്ലാം വലിയ ആൾക്കാരാണ്, ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവരൊക്കെ ദാണ്ട് എക്സാം കഴിഞ്ഞ് വരുന്നുണ്ട്. ഏട്ടനും കൂട്ടുകാരൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അവരെല്ലാം കൂടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ചിലവിലേക്ക് അടിച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം, നമ്മൾ ലുലുവിലോട്ട് പോവാണ്. ഞാൻ ബഷീർ ബഷീറുടെ വ്ലോഗിൽ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം. യെസ് ഗെയ്സ്, ഞാൻ ലുലുവിൽ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ നമ്മൾ ടൂർ വന്നപ്പം അവിടെ ഒരു സ്പോട്ട് നമ്മുടെ കൊച്ചി ലുലു മോളായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളന്ന് കാര്യമായിട്ടൊന്നും കറങ്ങി നടക്കാനൊന്നും നമ്മുടെ കോളേജിൽ ടീച്ചേഴ്സ് സമ്മതിക്കത്തില്ലല്ലോ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടേക്ക് നടന്നു. പിന്നെ ഞാൻ ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, വിജയ് ബാബു. ഈ പുള്ളിക്കാരൻ, ഈ പുള്ളി നമ്മളന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ഏട്ടനോട് ഇങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ട് ലുലു കണ്ടിരിക്കുകയാണ് ഗൈസ്, വീണ്ടും വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതിന്മേ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ സമ്മതിക്കണം. കാരണം ഇപ്പോൾ ഈ റീസെൻ്റ്ലി മഴ പെയ്തപ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമൊക്കെ വന്നില്ലേ. അപ്പം ഞാൻ ആലോചിച്ച് ഈ ടൈമിലെങ്ങാനുമാണ് നമ്മളിവിടെ വന്നെങ്കിൽ പെട്ടുപോയേനെന്ന് അവിടുത്തെ ആൾക്കാർ സമ്മതിക്കണം. ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ബ്ലോക്കും ഒക്കെ ആയിരുന്നു തിരിച്ച് വന്നപ്പോഴായാലും അങ്ങോട്ട് പോയപ്പോഴായാലും ഒക്കെ. ആ ഒരു എറണാകുളത്ത് എത്തിയപ്പം അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ദാണ്ട് ലുലുവിലോട്ട് പോവുകയാണ് ഗെയ്സ്. ലുല്ലു. അപ്പം ലുലുവിലോട്ട് കയറുന്നതിൻ്റെ ഒരു സൈഡിൽ ദാണ്ട് ഇവിടെ കറക്റ്റ് ഫ്രണ്ടിലൂടാണോ നമ്മൾ കയറിയെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ കുറച്ച് അലങ്കോലമായ കുറച്ച് തോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ എന്താ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്തായാലും നമ്മൾ ദാണ്ട് നമ്മുടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ലുലുവിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഭഗവാനേ കാത്തോളണേ. അങ്ങനെ ഞങ്ങൾ ദാണ്ട് അന്നനടയൊക്കെ വെച്ച് ലുലുവിനകത്ത് കയറി. ലുലു എന്ന് എഴുതിയേക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് അവിടെ വമ്പൻ ഓഫർ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ ഇതിലൊക്കെ മേടിക്കാമെന്നൊക്കെ കരുതിയാണ് വന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ടി വിയും വാഷിംഗ് മെഷീനും ഒക്കെ വണ്ടി പിടിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിക്കുന്നതാണെന്നുള്ള നഗ്നസത്യം ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. പിന്നെ ലുലുവിൻ്റെ തിരക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പദ്ധതി. അല്ലാതൊരു തേങ്ങ മേടിക്കാൻ അവിടെ പറ്റത്തില്ലായിരുന്നു. അമ്മാതിരി ആൾക്കാരാണ്. ഈ രാവിലെ വന്നിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെ മാവേലി സ്റ്റോറിൽ പോകത്തില്ലേ, അപ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ വരാൻ പറ്റുമല്ലോ. അത് എനിക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ രാവിലെ കയറിയിട്ട് രാത്രി പോയാൽ കുഴപ്പമില്ല. അല്ലാത്ത എല്ലാ ടീമും പെട്ടുപോകും കേട്ടോ ഈ തിരക്കും ഓഫറും ഒക്കെ ഉള്ള ദിവസം. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി നമ്മൾ അവിടുത്തെ കുറേ കൗണ്ടറിൽ ഏതൊക്കെ ഫുഡാണ് റേറ്റ് ആണെന്നൊക്കെ തിരക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് 2 ഫുഡ് സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരുപാട് ഡിഷസൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ആദ്യം ഓർഡർ ചെയ്ത ഈ ഒരു സംഭവമാണ് ചിക്കൻ ലോലിപ്പോപ്പ്. പിന്നെ അതുപോലെ തന്നെ തലപ്പക്കെട്ട് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഐറ്റം ഓർഡർ ചെയ്തു. രണ്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമുക്ക് ടോക്കൺ നമ്പർ വരും. നമ്മുടെ 209 ആയിരുന്നു. ഇപ്പോൾ അവിടെ ടോക്കൺ നമ്പർ 203 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഡിഷായി കഴിയുമ്പം അവിടെ നമ്മുടെ ടോക്കൺ നമ്പറൊക്കെ കാണിക്കും. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡാണ് അവരെടുക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ ഈ ഒരു തലപ്പാക്കെട്ട് ബിരിയാണിയും കഴിക്കുന്നത്. ഏട്ടൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞാണിത് ഓർഡർ ചെയ്തത്. താങ്ക് യു. സാധാരണ ഒരു ഹോട്ടലിൽ നമുക്ക് ഫുഡ് കിട്ടിയാൽ അപ്പോഴേ കഴിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗെയ്സ്. നമ്മൾ അതും പിടിച്ചോട്ട് നമ്മൾ ഇരിക്കാൻ ഒരു സ്ഥലം ഒപ്പിക്കണം. ഏട്ടൻ അങ്ങോട്ട് കിടക്കും, ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ പുറകെ നടക്കും. നമുക്കങ്ങനെ സീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമോടെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവർ ഫുഡൊക്കെ കഴിച്ച് എണ്ണീറ്റ് പോയപ്പോൾ അവിടെ വന്ന് ആൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇരുന്നത്. ക്ലീനിങ്ങിനൊക്കെ താണ്ടെ ഇതാണ് ആൾ എപ്പോഴും അവിടെ കാണും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. പക്ഷേ എനിക്ക് ഭയങ്കര ഗംഭീര ഫുഡായിട്ടൊന്നും തോന്നില്ല. ചിക്കൻ ലോലിപ്പോപ്പ് കുഴപ്പമില്ല, തരക്കേടില്ലായിരുന്നു. പക്ഷേ ആ മട്ടൻ ബിരിയാണിയിൽ ആകെ 2 ചെറിയ പീസ് മട്ടനാണ് ഉണ്ടായിരുന്നത്. 390 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ്. അങ്ങനെ നമ്മളത് കഴിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസിന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ നല്ല ഫുഡ് വേറെ കിട്ടുമായിരുന്നു. പക്ഷേ ലുലുവിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് എൻ്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. അതങ്ങ് തീർന്ന് കിട്ടി. ഇനി മേലെ ഇല്ല നഹി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു പെപ്സിയും മേടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കണ്ടു.
എനിക്ക് ഗെയിംസിന്റെ സെഷനില് വലിയവരുടെ കാണുന്നതിനേക്കാൾ ഇഷ്ടം കുഞ്ഞുങ്ങളുടെ പോയി കാണാനാട്ടോ. അതൊക്കെ നല്ല ക്യൂട്ടായിരിക്കും, നല്ല രസമായിരിക്കും. പിന്നെ എനിക്ക് ഇതില് കേറണംന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മള് ഫുഡ് കഴിച്ചതുകൊണ്ട് ഇപ്പൊ കേറണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ. അതാണ് കേറിയിട്ട് ഇനി വാള് വെച്ചാൻ തോന്നും. അതുകൊണ്ട് അത് കേറിയില്ല. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും നമ്മള് ലുലുവില് വരുമ്പോ ഇത് കേറിയിരിക്കും ഗൈസ്. കേറിയിരിക്കുമെന്നാ തോന്നുന്ന ഗൈസ്. ഏട്ടൻ എന്നോട് കുറച്ച് റൈഡ്സൊക്കെ കയറാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നു. അത് ഏട്ടനറിയത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കിനി വണ്ടർലയിൽ പോകണം. അതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ കോളേജിൽ പഠിച്ചപ്പോഴാണ് പോയത്. അപ്പം കയറാം എന്നുള്ളത് ആ സംഭവം എൻ്റെ മനസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ സൂചിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.